എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക്. ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ, എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും. ദിയ സാണമില്ലയോടോ തനിക്ക്? ഫോൺ തരത്തില്ലടോ ഇത്രയും നാള്. ഞാൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചെലവിനും തന്നിട്ട്. സോഷ്യൽ മീഡിയ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സജ്ന നൂറിൻ്റെ വക ഒരു വെടിക്കെട്ട് പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ ഫിറോസ് ഖാനും ദിയാസനയ്ക്കുമെതിരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് താരം നടത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പാവത്താനായി ചമയുന്ന ദിയാസനയുടെ യഥാർത്ഥ മുഖം ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സജനയുടെ വാക്കുകൾ ആരംഭിക്കുന്നത്. കുഞ്ഞിൻ്റെ ഫോൺ കോൾ തടഞ്ഞു എന്ന ഫിറോസ് ഖാൻ്റെ ആരോപണത്തിനും സജനയ്ക്ക് കൃത്യമായ മറുപടിയുണ്ട്. ഇത്രയും നാൾ താൻ തന്നെയാണ് ഫിറോസിന് കുഞ്ഞിനോട് സംസാരിക്കാൻ ഫോൺ നൽകിയതെന്നും തന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് കുഞ്ഞിനൊരു അച്ഛൻ്റെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അത് ചെയ്തതെന്നും സജന പറയുന്നു. എന്നാൽ ഇപ്പോൾ ഫിറോസിനെ ഭയപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നിയമപരമായി വന്ന് കുഞ്ഞിനെ കാണാൻ ഫിറോസ് തയ്യാറാകണമെന്നും സജന വെല്ലുവിളിക്കുന്നു. വെറും 2500 രൂപ മാത്രം ചിലവനായി തന്ന ഫിറോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തൻ്റെ ഉമ്മയുടെ ഫോണിലുണ്ടെന്ന് സജന പറയുന്നു. താൻ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പറയുന്നവർക്കായി സജന ഒരു പരസ്യ വെല്ലുവിളിയാണ് നടത്തുന്നത്. താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഡ്രഗ് ടെസ്റ്റിൻ്റെ വിധേയയാകാൻ പോവുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ ഫിറോസ് ഖാനും ദിയാസനയും റോഷ്നിയും വന്ന് തന്നോടൊപ്പം ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണമെന്നും ഒപ്പം താൻ 3 കോടി വാങ്ങി സെറ്റിലായി എന്ന് പറയുന്നവർ അത് തെളിയിച്ചാൽ അവർക്ക് 2 കോടി രൂപ താൻ തിരിച്ചു നൽകുമെന്നും സജന വെല്ലുവിളിക്കുന്നു.